എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ എഴുതിയ ഒരു ജന്മത്തിൽ പല ജന്മങ്ങൾ എന്ന നോവലിൻ്റെ 4ാമത് ലക്കത്തിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. വായനാരാമത്തിലേക്ക് സ്വാഗതം. സ്റ്റെല്ലയുടെ ജീവിത വഴികളാണ് നാം കണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് 2 ജാതിയേ ഉള്ളൂ, പണമില്ലാത്തവൻ്റെയും പണമുള്ളവൻ്റെയും. എന്തുകൊണ്ടാണ് സ്റ്റെല്ലയ്ക്ക് ഇങ്ങനെയൊക്കെ? സ്റ്റെല്ല പറഞ്ഞതുപോലെ അവൾ ആരെയെല്ലാം ആരാധിച്ചു. തങ്കമണിയായി, സുലേഖയായി, സ്റ്റെല്ലയായി. നമുക്ക് തുടരാം. ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നു ആളുകൾ. സഹോദരങ്ങൾക്ക് സ്നേഹമില്ല, ആരും സ്വന്തമായില്ല എന്നൊക്കെ ഓർത്ത് വിഷമിക്കാറുണ്ട്. എന്തൊരു വിഡ്ഢിത്തമാണ്. ഒരു നേരം പട്ടിണി വേണ്ടി വന്നിട്ടില്ല, വസ്ത്രം ധരിക്കാനില്ലാതെ കഷ്ടപ്പെട്ടിട്ടില്ല, ഒരാളും ദേഹത്തിൽ ഒന്ന് എറ്റിപ്പോലും വേദനിപ്പിച്ചിട്ടില്ല. ഈ വീഴ്ചയിലാണ് ആകെ ആസ്പത്രിയിൽ കിടന്നത് ഓപ്പറേഷനായി. വല്ലപ്പോഴും ഒരു ജലദോഷമോ പനിയോ, അല്ലെങ്കിൽ ഒരു പല്ലുവേദന, കാലുവേദന, അത് വന്നാൽ ഇത്തിരി കുഴമ്പ്, അല്ലാതെ രോഗദുരിതങ്ങളുമില്ല. എന്തിനാ ദൈവമേ ഞാനിങ്ങനെ സങ്കടപ്പെടുന്നത്? ഇന്നത്തോടെ നിർത്തി. സ്റ്റെല്ല കുറച്ച് വൈകിയാണ് കിടക്കാൻ വന്നത്. വല്ലതും വായിച്ചിരുന്നിട്ടുണ്ടാവും. നിൻ്റെ മകൾക്കിപ്പോൾ എത്ര പ്രായമായിട്ടുണ്ടാവും? ആഹാ, അമ്മ ഉറങ്ങിയില്ലേ? ഞാൻ ഉറക്കം കളഞ്ഞോ? എനിക്ക് 50 വയസ്സായി. 15 വയസ്സിൽ പെറ്റതാ. 35 വയസ്സായി ഉണ്ടാവും. അപ്പോൾ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിണ്ടാവും. ഉണ്ടായിരിക്കും. അതോ പട്ടിണി കിടന്ന് ചത്തുപോയോ ആവോ? ഇക്കണ്ട എണ്ണത്തിനെ തീറ്റിപ്പോറ്റാൻ അമ്മയ്ക്ക് പറ്റണ്ടേ? നിനക്ക് കാണണമെന്ന് തോന്നിയിട്ടില്ലേ? ഡോക്ടറുടെ വീട്ടിൽ പണിയെടുക്കണ കാലത്ത് ഒരു കുഞ്ഞ് ഒറ്റമുറി ഉണ്ടാക്കി അവളെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എനിക്ക് അതിനോട് ഒരു സ്നേഹവും തോന്നിയിട്ടില്ല. വയറ്റിലെ ഉപദ്രവം തീർന്നുല്ലോ, ഇവള് കാരണം എന്നാ തോന്നൽ. കരയണ കൊച്ച് ഏതാച്ചാ പാല് കൊടുക്കും. അമ്മ പെറ്റതും ഞാൻ പെറ്റതും തമ്മിൽ ഒരു ഭേദവും തോന്നിയില്ല. വല്ലാത്തൊരു മനസ്സ്. അമ്മേ, ഈ സ്നേഹവും സന്തോഷവും ഒക്കെ വയറ് നിറച്ച് ഭക്ഷണവും തല നിറച്ച് എണ്ണയും നല്ല വേഷവും പഠിപ്പും കളിയും ചിരിയും ഒക്കെ ഉള്ളവർക്കാ. എൻ്റെ കുടുംബത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാവാറില്ല. വിളമ്പുമ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ കിണ്ണത്തിലാണ് നോട്ടം, അവന് കൂടുതൽ കൊടുത്തിട്ടുണ്ടോയെന്ന്. പറ്റിയ തട്ടിപ്പറിക്കും, അടികൂടും. കർക്കിടക മാസമൊക്കെ ആയാൽ അപ്പന് പണിയും കാണില്ല. ഒട്ടും അരിയില്ലാത്തപ്പോൾ അമ്മ പറയും, ചേച്ചി നിൽക്കണ വീട്ടിൽ പോയി കുട്ടികൾക്ക് പനിയാണെന്ന് പറഞ്ഞ് പൊടിയരി മേടിക്കാൻ. ആ ടീച്ചർക്കറിയാം പട്ടിണി കാരണം ചെല്ലണതാണ്. ടീച്ചർ ഒരു സഞ്ചിയിൽ 2 ഇടങ്ങഴി ഒക്കെ പൊടിയരി തരും, 4 ഉപ്പാങ്ങി. ഇത് കഴിച്ചിട്ട് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ്. ഉച്ചക്കത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ തരും, അല്ലെങ്കിൽ അടുപ്പത്തൊന്ന് ചൂട് കഞ്ഞി. ലോകത്തിൽ ഇത്ര സ്വാദുള്ള ഭക്ഷണം വേറെ കഴിച്ചിട്ടില്ല. അന്ന് കിട്ടണ റേഷനരി എന്തൊരു നാറ്റാന്നാ, എത്ര കഴുകിയാലും പോവില്ല. പച്ചരിയാണെങ്കിൽ അടുപ്പത്തൊന്ന് തിളച്ച മൂക്കള പോലെ ആവും. നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല ഞങ്ങളുടെ അന്നത്തെ ജീവിതം. ആർക്കും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം. എന്ത് കഴിക്കണോ അങ്ങനെ ഉറങ്ങണോ. ആരുടെയെങ്കിലും വളപ്പിൽ കൊള്ളി പറിക്കുമ്പോൾ അച്ചമ്മ ഒരു കുഞ്ഞു കൊട്ടയും കൊണ്ടുപോകും, കൂടെ തങ്കൂനെയും കൂട്ടും. പറിച്ച കാലയിൽ ചെറിയ വണ്ണമില്ലാത്ത വേരുകളുണ്ടാവും. അവർ തല ചെത്തിക്കളയണ പൊട്ടുകളും അതൊക്കെ പറക്കി കൊണ്ടുവരും. തൊലി കളഞ്ഞ് മഞ്ഞളിട്ട് വേവിച്ച് ഇത്തിരി ഉപ്പും മുളകും ചേർത്ത് അച്ചമ്മ എല്ലാവർക്കും വിളമ്പും. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല, എന്നാലും എന്തൊരു സ്വാദാ. ഓരോ വീട്ടുകാരുടെ ഞാറ്റടിയിൽ നിന്ന് പയറിൻ്റെ ഇലയും ഉഴുന്നിൻ്റെ ഇലയും ഒക്കെ കൊണ്ടുവന്ന് ഉപ്പേരി വയ്ക്കും. നേന്ത്രവാഴ വെട്ടിയ ആ പറമ്പിൽ നിന്ന് കിട്ടണ കിഴങ്ങ് മുഴുക്കേയും പറിച്ച് വേവിച്ച് തിന്നും. വർഷക്കാലത്ത് കുടുംബത്ത് പട്ടിണിയില്ലാത്ത ആരും ചക്ക തിന്നില്ല. അച്ചമ്മ എല്ലായിടത്തും ചെന്ന് ചക്ക കുത്തിയിട്ടുകൊണ്ട് വരും, അത് പുഴുങ്ങി തിന്നും. അമ്മ വിചാരിക്കും പോലല്ല, പട്ടിണിയോളം വലിയ വിഷമം വേറൊന്നുമില്ല. ഞാൻ കുറേ സഹിച്ചേണു. എന്തിനാ വെറുതെ എണ്ണിപ്പിറക്കി അമ്മയുടെ ഉറക്കം കളയണത്? നിർത്തി. രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. സ്റ്റെല്ല ചെന്ന് വാതിൽ തുറന്നു. ഹേമ കടന്നു വന്നു. ഒരു പൊതി മേശപ്പുറത്ത് വെച്ചു. ഇത് കുറച്ച് വെളിച്ചെണ്ണാപ്പാ, വല്യച്ചിക്ക് ഇഷ്ടമല്ലേ? അതെ.
എങ്ങനെയുണ്ടിപ്പോൾ, നടക്കാറായോ? ഹേമ: ഉവ്വ്, നടന്നു തുടങ്ങി. വിഷമമൊന്നുമില്ല. ഹോം നഴ്സ് പോയില്ല അല്ലേ? ഹേമ: കുറച്ച് ദിവസം കൂടി നിൽക്കട്ടെ, ചിലപ്പോൾ പറഞ്ഞയക്കില്ല. അയ്യോ, കാശ് കുറേ വരില്ലേ? ശബ്ദം കുറച്ച് ഹേമ. ഒറ്റയ്ക്ക് താമസിക്കാനൊരു വിഷമം. ഞാൻ വന്ന് താമസിക്കാൻ വലിയച്ഛയ്ക്ക് തോന്നാ? ഞാനവിടെ ഒറ്റയ്ക്കല്ലേ? ഹേമ: നിനക്ക് നിൻ്റെ മക്കൾ വന്നാൽ പോകണം, അവരുടെ അടുത്ത് പോകണം, പിന്നെ എവിടെയെങ്കിലും ടൂറൊക്കെ പോകണമെങ്കിൽ ഞാനൊരു ബാധ്യതയാവും. അതൊന്നും വേണ്ട. കുട്ടികൾക്ക് ഇവിടെ വന്ന് നിന്നാൽ എന്താ, അവരുടെ അമ്മായിയല്ലേ, അവരുടെ അടുത്ത് വലിയച്ഛയ്ക്കും ഒരുമിച്ച് പോവാം. ടൂർ പോക്കൊക്കെ ഞാൻ നിർത്താം. ഹേമ: വേണ്ട ഹേമേ, അതൊക്കെ ബുദ്ധിമുട്ട്. സ്റ്റെല്ല നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 23,000 ഒക്കെ കൊടുക്കണ്ടേ? ഒരാവശ്യമില്ലാണ്ട് കളയണോ? ഹേമ: സ്ഥിരം നിർത്തണമെങ്കിൽ അവൾക്ക് അത്ര അധികം ഒന്നും കൊടുക്കണ്ട. അവൾ സ്ഥിരം നിൽക്കുമോ? വീട്ടിലേക്കൊന്നും പോകണ്ടേ? അവൾക്കാരും ഇല്ല വീട്ടിൽ. വല്ലപ്പോഴും പകലൊന്ന് പോയി അടിച്ചു തുടച്ച് പോന്നാൽ മതി. അവൾക്കങ്ങനെ അലഞ്ഞു നടക്കണ പണി മടുത്തു. പലതരം ആൾക്കാരല്ലേ. മല്ലിക എന്നെ അവൾക്കരിക്കാൻ ഇട കൊടുത്തീർന്നില്ല. അതുപോലെ സ്വൈര്യം കൊടുക്കാത്തവരും ഉണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. മല്ലിയേച്ചി എന്തൊക്കെ പണിയാണ് ചെയ്യിച്ചിരുന്നേ. കൊപ്രാവണക്കലും കൂർക്ക നടിക്കലും. ഞാൻ വിചാരിച്ചു ഈ സ്ത്രീ ഇട്ടുകൊണ്ട് പോകുമെന്ന്. ഹേമ കിട്ടിയ അവസരം മുതലെടുത്തു. അത് തൽക്കാലത്തെ ആണെന്ന് അവൾക്കറിയായിരുന്നു. ഇവിടെ വന്നാൽ അവൾക്ക് സമാധാനം കിട്ടുമെന്നും അറിയായിരുന്നു. വല്യച്ഛയ്ക്ക് അല്ലെങ്കിലും എല്ലാവരോടും സ്നേഹമല്ലേ? ഹേമയുടെ മണിയടി. അങ്ങോട്ട് സ്നേഹിച്ചാലല്ലേ തിരിച്ചും കിട്ടുള്ളൂ. അത് കിട്ടിക്കൊള്ളണമെന്നും ഇല്ല. വല്യച്ഛയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഹേമ: 75 കഴിഞ്ഞു. പോണ്ട കാലമൊക്കെ ആയി. അങ്ങനെയൊന്നുമില്ല. അമ്മ 85 വയസ്സ് കഴിഞ്ഞല്ലേ പോയേ? ഹേമ: അമ്മയ്ക്ക് അരുതാത്ത കാലത്ത് നോക്കാൻ ഞാനൊരു മോളുണ്ടായിരുന്നു. ഞാൻ ആരെയും പറ്റില്ലല്ലോ. വല്യേച്ചി അങ്ങനെയൊന്നും വിഷമിക്കണ്ട, ഞാൻ നോക്കും വല്യേച്ചിയെ. ഹേമ: എന്നെക്കാളും നിങ്ങൾക്ക് നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അമ്മ അവിടെ 2 കൊല്ലം കിടന്നു. ഒരു നേരം സഹായത്തിന് നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. അമ്മയെ ഞാൻ വിളിച്ചതാണല്ലോ, അങ്ങോട്ട് വന്നോളാൻ. വരണ്ടല്ലേ? ഹേമ: ഞാൻ റിട്ടയർ ചെയ്ത് വിളിച്ചപ്പോൾ പിറ്റേ ദിവസം പോന്നുല്ലോ. അല്ലെങ്കിലും അമ്മയ്ക്ക് അമ്മയുടെ പെൺകുട്ടികളെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. മരിച്ചുപോയ ഒരു അപരാധം പറയണ്ട ഹേമ. ഞാൻ ചോദിക്കണേന് വിഷമം തോന്നല്ലേ വലിയേച്ചി? ഈ സ്ഥലവും ഡെപ്പോസിറ്റും ഒക്കെ ആർക്കെങ്കിലും എഴുതി വെച്ചോ? മനുഷ്യൻ്റെ അവസ്ഥയല്ലേ? ഹേമ: ഇതുവരെ ഒന്നും ചെയ്തില്ല, ഇനി ആലോചിക്കണം. വല്യേച്ചിയുടെയും അമ്മയുടെയും ഓഹരി വല്യേച്ചിക്കല്ലേ കൊടുത്തേ? ഗീതേച്ചിക്ക് ആരുടെയും ആവശ്യമില്ല, ഇഷ്ടം പോലുണ്ട്. ഞങ്ങൾക്ക് ആ 5 സെൻറ്റും പെരയും തന്നെയുള്ളൂ. മക്കളാണെങ്കിൽ അവരും ഒരു നിലയിലെത്തിയില്ല. ഹേമ: ആലോചിച്ചെടുത്ത് തന്നെ എത്തി. അമ്മയുടെ മക്കളിൽ ഏറ്റവും എടുക്കാൻ വിനോദമായിരുന്നു. അധികം ശമ്പളം വാങ്ങിയിരുന്നതും അവൻ്റെ 5 പൈസ വീട്ടിൽ ആരും അനുഭവിച്ചിട്ടില്ല. അവന് വീട് വയ്ക്കാൻ സ്ഥലമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനും ഗീതയും ഓഹരി വാങ്ങാതെ 12 സെൻറ്റ് അവന് തിരിച്ചത്. അത് പെട്ടാപ്പെട്ട വിലയ്ക്ക് വിൽപ്പിച്ചു കൊണ്ടുപോകാൻ നീ സാമർഥ്യം കാണിച്ചില്ലേ? നിങ്ങളുടെ മക്കൾ പഠിച്ച നേരമാവാത്തത് നിങ്ങളുടെ യോഗം. ഞാൻ എൻ്റെ കൊണ്ടാവണത് നിൻ്റെ മക്കൾക്കും മല്ലികയുടെ മക്കൾക്കും തന്നിട്ടുണ്ട്. ഗീതയുടെ മക്കൾക്ക് മാത്രമേ ഒന്നും കൊടുക്കാണ്ടുള്ളൂ. അപ്പോൾ ഗീതേച്ചിയുടെ മക്കൾക്ക് കൊടുക്കാൻ പോവാ? ഹേമ: ആർക്കും കൊടുക്കണില്ല, ഏതെങ്കിലും ചാരിറ്റിക്ക് എഴുതി വെക്കും. ഇത്രയും സ്വന്തക്കാരുള്ളപ്പോൾ ദാനം കൊടുക്കുന്നത് കഷ്ടമല്ലേ? ഞാനൊന്ന് കിടന്നാൽ ഈ സ്വന്തക്കാരും ഒരു നേരം നോക്കില്ല. ഹോം നഴ്സ് വേണ്ടി വരും. ഹോം നഴ്സുമാർ കാശ് തട്ടിയിട്ട് വെക്കാൻ വേണ്ടി കൊല്ലാനും മടിക്കില്ല. ഹേമ: അങ്ങനെയുള്ള കുറ്റകൃത്യം മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ചെയ്യണു. മക്കൾ തന്നെ അച്ഛനെയും അമ്മയും നോക്കാത്ത കാലം. എനിക്ക് പെൻഷനും വീടും ഉള്ളതുകൊണ്ട് നിങ്ങൾ വരണം. ഇതൊന്നും ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. നമ്മളാരാ പറയാൻ? വല്യേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യുക. എനിക്കും പഠിപ്പൊക്കെ ഉണ്ടായിരുന്നതാ. വല്യേച്ചിയുടെ അനിയൻ ജോലിക്ക് വിടാഞ്ഞിട്ടല്ലേ? ഹേമ കണ്ണു തുടച്ചു. ആരോടാ ഹേമേ ഈ നട്ടാക്കുരുക്കാത്ത നുണ പറയണേ? മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് ഒരു വിഷയവും ജയിക്കാത്ത നിനക്ക് എന്ത് ജോലി കിട്ടാനാ? വീട്ടിൽ പണി ചെയ്യാനും 2 കുട്ടികളെ വളർത്താനും വേലക്കാരെ ആശ്രയിച്ചിരുന്ന നീയല്ലേ പുറത്തു പോയി ജോലി എടുക്കണത്? വല്യേച്ചിക്ക് നന്നായി വാദിക്കാനറിയാം. ഹേമ: മനുഷ്യരെ മനസ്സിലാക്കാനും അറിയാം. സ്റ്റെല്ല 2 ഗ്ലാസ് നിറച്ച് ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചു. ഹേമ കനത്തിലൊന്ന് നോക്കി. ഊണ് കഴിഞ്ഞല്ലേ പോണുള്ളൂ?
സ്റ്റെല്ല ഹേമയോട്. അല്ല, ഇപ്പോൾ തന്നെ പോവും. ഹേമ. ജെസ്സി സാർ ഉണ്ണാൻ ഉണ്ടാവും അമ്മേ. സ്റ്റെല്ല. ജെസ്സി മാത്രമല്ല, മരുമകളും ഉണ്ടാവും. ഞാൻ അരിയിടേണ്ട കണക്ക് കിട്ടാനാ. സ്റ്റെല്ല. ഞാൻ പോട്ടെ വലിയേച്ചി, പിന്നെ വരാം. ഹേമ മുഖം കനപ്പിച്ചുകൊണ്ട് ഇറങ്ങി. ഹേമ പോയപ്പോൾ ആലോചിച്ചു, എന്തൊരു ഭവ്യതയോടെയാണ് സമീപനം. ഒരു നേരം ദേഹസഹായം വേണ്ടി വന്നാൽ കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. കല്യാണം കഴിഞ്ഞ് വരുന്ന കാലത്ത് മല്ലിക അവിവാഹിതയായിരുന്നു. ഗീതയുടെ കല്യാണം കഴിച്ചതിൻ്റെ ബാധ്യതകൾ എനിക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം വിനോദിനുണ്ടായിരുന്നു. എന്തെങ്കിലും വീട്ടിൽ ചിലവാക്കിയാലോ എന്ന് പേടിച്ചാണ് അവൾ വിനോദിനെയും കൊണ്ട് മാറി താമസിച്ചത്. 5 പൈസയുടെ സഹായം വിനോദിനെ കൊണ്ട് കുടുംബത്തിനുണ്ടായിട്ടില്ല. ഞാൻ ഈ വീട് അവൾക്കെഴുതി വെച്ച വെള്ളം കുടിച്ച് ചാവില്ല. അവൾക്ക് ധാത്രി ഹെയർ ഓയിലും ഫെയർ ആൻഡ് ലവ്ലിയും ക്യൂടെക്സും വാങ്ങാൻ അവളുടെ പെൻഷൻ തികയില്ല. 10,000-ന് താഴെ ഫാമിലി പെൻഷൻ കിട്ടുള്ളൂ എന്ന കംപ്ലൈൻറ്റ്. കിട്ടിയതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞത് രസിച്ചില്ല. ഫ്ലാറ്റ് വാങ്ങിയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല. റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പണം ടൗണിലൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ടു. ആരോടും പറഞ്ഞിട്ടില്ല. ഇനി മല്ലിക വരും കടത്തിൻ്റെ കണക്കും പറഞ്ഞ്. മല്ലികയ്ക്ക് പെൻഷൻ കിട്ടാനുമില്ല. നായർ വലിയ കാലമൊന്നും ഉണ്ടാവില്ല, മുക്കുടിയൻ. മക്കളും രക്ഷപ്പെട്ടിട്ടില്ല. മൂത്ത മകൻ ആദ്യം കല്യാണം കഴിച്ച ഭാര്യ ഒരു കുട്ടിയുമായി സമയത്ത് സ്ഥലം വിട്ടു. ജോലിയെടുത്ത് മകനെ പോറ്റുന്നു. രണ്ടാമതും കല്യാണം കഴിച്ചതും പ്രശ്നത്തിലാണത്രേ. അവൻ സ്ഥിരമായി ജോലിക്ക് പോവില്ല. ഒരു കൊല്ലം തികച്ചൊരു സ്ഥാപനത്തിൽ ജോലി എടുത്തിട്ടില്ല. രണ്ടാമത്തെ മകന് ബിസിനസ്സാണ്, ചെന്നൈയിലെന്ന് പറയുന്നു. കാറിലേ നടക്കൂ. ഭാര്യ അതിലും വലിയ സുജായി. ഏതോ ബാങ്കിൽ നിന്ന് വലിയ തുക കടമെടുത്തിട്ട് അതടയ്ക്കാതെ അന്വേഷിച്ചു വന്നിരുന്നു എന്ന് അന്ന് വീട്ടിൽ കിടക്കുന്ന സമയത്ത്. വീട്ടിലെ അഡ്രസ്സ് കാണിച്ചിട്ടാണ് കടമെടുത്തിരിക്കുന്നത്. ചേച്ചിക്ക് മക്കളില്ലാത്തത് ഭാഗ്യം. ഗീത ചേച്ചിക്കാണെങ്കിൽ നല്ല മക്കൾ. പെൺകുട്ടികളായാലും പഠിച്ച് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങണില്ലേ? 2 ആൾക്കും കൂടി ലക്ഷങ്ങൾ പെൻഷൻ. എന്തിനാണ് അവൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്? നല്ല വിദ്യാഭ്യാസമുള്ളതല്ലേ, ട്യൂഷൻ എടുത്താൽ തന്നെ ജീവിക്കാം. വീട്ടിലിരുന്ന് സുഖിച്ചപ്പോൾ ജോലി എടുക്കാൻ മടിയായി. പെൻഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ വരുമാനത്തിന് എന്തെങ്കിലും ജോലി നോക്കിയേനെ. അയാൾ നേർവഴിക്കല്ല എന്ന് മനസ്സിലായ സമയത്തെങ്കിലും ഒരു ട്യൂട്ടോറിയലിൽ കയറാം, അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങാം. MA വരെ പഠിച്ചതല്ലേ. സംസാരം കേട്ടാൽ അത്ര പഠിച്ച സ്ത്രീയാണെന്ന് തോന്നുന്നില്ല. ശരിക്കും നായർക്ക് ചേർന്ന അച്ചിയായി. മക്കളും അതുപോലെയാണല്ലോ. അവൾക്ക് എന്നെപ്പറ്റിയോ ഗീതയെപ്പറ്റിയോ ഒരു ചിന്തയുമില്ല. ഗീതയും നല്ല നിലയിൽ അവളെ സഹായിക്കാറുണ്ട്. കൈനീട്ടി ശീലിച്ചവർക്ക് അതൊരു തൊഴിലാവും. കൊടുക്കുന്നവർക്ക് കയ്യിലുണ്ടല്ലോ, കൊടുത്താൽ എന്താ എന്ന മട്ട്. പണ്ട് പഠിക്കുന്ന കാലത്ത് മാഷു പറഞ്ഞ ഓർമ്മ, ഒന്നും സൗജന്യം കൊടുക്കരുത്, അത് അധ്വാനിക്കുന്ന ശീലം നിർത്തും. എന്തായാലും ഹേമ ഒരു വലിയ ചോദ്യം മുന്നിലിട്ടാണ് പോയത്. ഇതുവരെ ഇത്ര സീരിയസ് ആയി ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം. ജെസ്സി വരട്ടെ, ആലോചിക്കാം. എന്തായാലും ഹേമയ്ക്കും മല്ലികയ്ക്കും ഒന്നും എഴുതി വയ്ക്കുന്ന പ്രശ്നമേയില്ല. മല്ലികയ്ക്ക് കൊടുത്ത തറവാട്ടു വീടും സ്ഥലവും എന്നാണ് കടക്കാർ കൊണ്ടുപോകുന്നതാവോ? ഒന്നും ആലോചിക്കാതിരിക്കുകയാണ് ഭേദം. നാമം ജപിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടും. ജെസ്സിയും മകളും കയറി വന്നു. എന്തായി ജെസ്സി? ഒക്കെ തനിയെ ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഒരു വടി കയ്യിലെടുക്കും. ജോലി ചെയ്യാറില്ല. ചെല്ല സമ്മതിക്കാറില്ല. കുക്കിങ് പ്രശ്നം തോന്നുന്നില്ല, ചെയ്യാം. അടിച്ചു വാരി തുടയ്ക്കലും മുറ്റമടിയും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അതേതായാലും വേണ്ട. എനിക്കൊരു ഐഡിയ തോന്നുന്നു. നിനക്ക് ഈ വീട് വിട്ട് നിൻ്റെ ഫ്ലാറ്റിലേക്ക് മാറിക്കൂടെ? അവിടെ കുറച്ചുകൂടി സേഫ് അല്ലേ ജെസ്സി? ശരിയായിരിക്കാം. എന്നാലും ഈ ചുറ്റുപാട് വിടാൻ തോന്നണില്ല. ഞാൻ നട്ടു വളർത്തിയ ചെടികളും 30 കൊല്ലമായില്ലേ ഈ വീട്ടിൽ. ജനിച്ച വീടിനോടും കൂടെ ഇത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല. എൻ്റെ ശാന്തേ, എല്ലാ അറ്റാച്ച്മെൻറ്റും നമുക്ക് വിട്ടല്ലേ തീരൂ. ഇവിടെ നീ ഒറ്റയ്ക്ക് സേഫ് അല്ല. ഫ്ലാറ്റിലാവുമ്പോൾ ഹോസ്പിറ്റൽ അടുത്ത്, ഭക്ഷണം വരുത്താം, തൊട്ട് ആൾക്കാരുള്ള കാരണം സഹായം കിട്ടും. ജെസ്സി, ഒറ്റയ്ക്കിനി വയ്യാന്ന് തോന്നുന്നു. സ്റ്റെല്ലെ കൂടെ നിർത്തിയാലോ എന്നൊരു ചിന്ത. എന്നെപ്പോലെ ഒരൊറ്റയാൾ. അവളുടെ കൃപയിലെ സർവീസ് മാറ്റേണ്ട കാര്യം നീ ഏൽക്കണം. അതിനെന്താ, എനിക്ക് സൗകര്യമില്ല, ഞാൻ വരണില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നേ. ജെസ്സി, അതുകൊണ്ടായില്ല. അവൾ 10 കൊല്ലമായി കൃപയിൽ, 5 കൊല്ലം കെയർ സെൻറ്ററിൽ ഫ്രീ സർവീസ്, 5 കൊല്ലം ഹോം നഴ്സായി നടക്കണം.
ഈ 5 കൊല്ലവും അവളുടെ ശമ്പളത്തിൽ നിന്ന് 3000 വെച്ച് പിടിക്കണം. അവൾക്ക് 3 സെൻറ്റിലൊരു വീട് കൊടുത്തിട്ടുണ്ട് പള്ളി വകയായിട്ട്. അതിലേക്കെന്ന് പറഞ്ഞിട്ടാണ് പിരിക്കുന്നത്. അവളുടെ ഒപ്പം വീട് കൊടുത്തവരുടെ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങണില്ല. പള്ളിക്കാർ ഫ്രീ ആയി വെച്ച് കൊടുത്തതാണെന്നാണ് അവർ പറയണത്. പള്ളിയിലച്ഛൻ്റെ പോക്കറ്റിലേക്ക് ആ പണം പോണെന്ന് തോന്നുന്നു. കെയർ ഹോമിൽ പണിയെടുക്കുന്ന ശമ്പളം മുഴുവനും വിഴുങ്ങി. ഇയാൾ ഇവളെ വെറുതെ വിടുമോ? ലിസ കേട്ടില്ലേ ശാന്ത പറഞ്ഞത്? നിനക്കെന്താ തോന്നണേ ജെസ്സി? എന്താ സംശയം? അച്ഛൻ്റെ ഉടായിപ്പ്. അതൊക്കെ വഴിയുണ്ടാക്കാം. അത്ര തട്ടിപ്പ് പാടില്ലല്ലോ ലിസ. അവൾക്ക് അച്ഛനോട് ചോദിക്കാൻ മടി. ആരുമില്ലാത്ത സമയത്ത് കിടക്കാനൊരിടം, ഉണ്ണാൻ ചോറും തന്നതല്ലേ. അതിലെന്താ അർത്ഥം ആൻറ്റി? അത് പള്ളിയുടെ ചാരിറ്റി പ്രവർത്തനത്തിൽ പെട്ടത്. അതിന്ന് കൈയിട്ട് മാന്താൻ പാടില്ലല്ലോ. ധർമ്മക്കാരൻ്റെ ചട്ടിന്ന് മാന്തി തിന്നണ പോലല്ലേ ലിസ. അവൾക്ക് ആരുമില്ലേ സ്വന്തക്കാരായി ജെസ്സി? അവൾ 32 കൊല്ലമായി വീട് വിട്ടിട്ട്. ആരൊക്കെ അവിടെ ഉണ്ടെന്ന് ഒരു നിശ്ചയമില്ല. അവളുടെ ദുരിതത്തിനിടയ്ക്ക് അവൾ അന്വേഷിച്ചില്ല. അതാണ് പള്ളിയിലച്ഛൻ പറ്റിക്കണേ. ചോദിക്കാൻ ആരും വരില്ലല്ലോ ജെസ്സി. അവൾ വീട്ടുകാരുള്ള കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ ലിസ? അതുവ് അവളുടെ എല്ലാ കാര്യവും കുമ്പസരിച്ചിരുന്നു. അവൾ ഹിന്ദു ആയിരുന്നു, തങ്കമണി എന്നായിരുന്നു പേര്. പക്ഷേ അവൾക്കൊരു രേഖയുണ്ടായിരുന്നില്ല. പള്ളിയിൽ അച്ഛനാണ് അവളെ സ്റ്റെല്ലെന്ന് പേരിട്ട് ആധാർ കാർഡ് എടുത്ത് കൊടുത്തത്. അതുമില്ല, പള്ളിക്കാരുടെ ദാനമായാലും ഒരു വീട് വയ്ക്കാനും സഹായമായത് അച്ഛനല്ലേ. എന്നാലും അച്ഛനെ പിണക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. പല വീടുകളിലുള്ള നടത്തം അവൾക്ക് മടുത്തു. ഒറ്റയ്ക്കുള്ള താമസം എനിക്കും മടുത്തു ജെസ്സി. അവൾ നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പേടിക്കണ്ട ജെസ്സി. ജോലിക്ക് പോകുന്ന കാലത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ വിഷമം തോന്നിയിരുന്നില്ല. റിട്ടയർ ചെയ്തപ്പോൾ അമ്മ ഇങ്ങോട്ടെത്തിയില്ലേ. പിന്നെ മരിക്കോളം അമ്മയുടെ പരിചര്യ. പിന്നെ അമ്പലങ്ങളും ടൂറുകളുമായി കഴിഞ്ഞു. ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ മടുപ്പും ഭീതിയും തോന്നുന്നത്. പിന്നെ സ്റ്റെല്ല വന്ന ശേഷം ഒരാൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കാനും കരുതാനും ഉള്ളതിൻ്റെ സുഖം ആസ്വദിക്കുന്നത്. അമ്മ താമസിക്കുമ്പോൾ പോലും അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നടക്കണമെന്നല്ലാതെ എൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ നോക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത ഒരിക്കലും അമ്മയ്ക്കുണ്ടായിരുന്നില്ല. അമ്മയെ നോക്കേണ്ടത് എൻ്റെ ചുമതലയെന്നേ അമ്മ കരുതാറുള്ളൂ. ശമ്പളക്കാരിയായിട്ടായാലും ഞാനുണ്ടോ, എന്താ ഉണ്ണാത്തത്, ഉറങ്ങാത്തത് എന്നെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാൾ. എൻ്റെ ജീവിതം മുഴുവൻ വൺ വേ ട്രാഫിക് ആയിരുന്ന കാരണം ഈ മാറ്റം എനിക്കിഷ്ടാവുന്നു. അവൾക്കും അങ്ങനെ തന്നെ. അത് നല്ല കാര്യം. 18 വയസ്സ് മുതൽ നീ ശമ്പളം മേടിച്ചത് മുഴുവൻ നിൻ്റെ വീട്ടുകാരനുഭവിച്ചു. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് പോലും അവരെ കൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാവില്ല. നിൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, ഒരാൾ വെച്ച് തന്ന ഭക്ഷണം കഴിച്ച് സമാധാനമായി ജീവിക്കുക. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ. ഞാൻ മരിച്ചാലും ലിസ് നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. നിനക്കറിയാലോ അവളുടെ സ്വഭാവം ജെസ്സി. സ്റ്റെല്ല ഗ്ലാസ്സുകളിൽ നാരങ്ങ വെള്ളവുമായി വന്നു. ഒരു തട്ടത്തിൽ അച്ചപ്പവും. ചേച്ചിക്ക് കൃപയെന്ന് പോരണമെന്നുണ്ടോ ലിസ? ഈ പല വീട്ടിലും മാറിയുള്ള നടത്തവും പലരുടെയും പെരുമാറ്റവും അടുത്തു. ശമ്പളം കുറഞ്ഞാലും സമാധാനമായി കൂടാലോ. ഈ അമ്മയുടെ കൂടെ നിൽക്കണമെങ്കിൽ ശമ്പളം ഇല്ലേലും നിൽക്കാം സ്റ്റെല്ല. ചേച്ചിയുടെ ജനിച്ച വീട് എവിടാ ലിസ? ഇവിടുന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ സ്റ്റെല്ല. നമുക്കൊന്ന് പോയാലോ ഒരു ദിവസം? അമ്മ മരിച്ചാലും ആരെങ്കിലും ബാക്കി കാണും. ഞാൻ കൊണ്ടുപോവാം ലിസ. അവരെയൊക്കെ ഇട്ടു പോകുന്നതാ 32 കൊല്ലം മുമ്പ്. അവർക്ക് എന്താ തോന്നുക സ്റ്റെല്ല? നോക്കാന്നേ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന്. ലിസി. 2 പേരും മൂത്തതും താഴെ 5 പേരും. എൻ്റെ ഒരു മോളും സ്റ്റെല്ല. ആഹാ, മോളും ഉണ്ടോ ജെസ്സി? അങ്ങനെ ഒരു യോഗ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കണ്ട, അവളെ സങ്കടപ്പെടുത്തണ്ട. എന്നാൽ തീർച്ചയായും പോകണം. എന്തായാലും ചേച്ചി ആൻറ്റിയുടെ കൂടെ നിൽക്കാൻ തീർച്ചയാക്കിയില്ലേ. നമുക്ക് വഴി ഉണ്ടാക്കാം. ഇവിടുത്തെ കാലാവധി തീരുമ്പോൾ നമുക്ക് കൃപയിൽ പോവാം. അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അച്ഛൻ തട്ടിച്ച കാശും വാങ്ങണം. ഞാൻ കൂടെ വരാം. ചേച്ചിയുടെ മോളുടെ അഡ്വക്കേറ്റാണ് ഞാൻ ലിസ. അഡ്വക്കേറ്റിന് വേറെയും പണിയുണ്ട്. ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം വേണ്ടാന്ന് വെച്ചിട്ടാ ഈ കേസ് ഒതുക്കിയിട്ട് അടുത്ത കേസ്. ആൻറ്റിയുടെ വക്കീലും മകളും ഒക്കെ ഞാനല്ലേ. ഏത് സർവീസിലും ഫ്രീ ലിസ. ലിസയ്ക്ക് വീടിൻ്റെ ചുറ്റും നടന്ന് കാണണം. ജെസ്സിയും കൂടെ വന്നു. റോസൊക്കെ ഡ്രിം ചെയ്ത് നിർത്തി നിറച്ച് മുട്ടിട്ടിരിക്കുന്നു. കോയമ്പത്തൂർ മുല്ലയിൽ നിറയെ പൂവ്. ഒറ്റ പുല്ല് പോലും ഇല്ലാതെ തടം വൃത്തിയാക്കിയിരിക്കുന്നു.
എന്താ വളം ഇടണത് ലിസ? സ്റ്റെല്ല കുറേ കരിയിലയും പച്ചക്കറി വേസ്റ്റും വാഴപ്പിണ്ടിയും ഒക്കെ കൂട്ടി പാത്രങ്ങളിലാക്കി ചീച്ചൊക്കെ ഇടണത് കാണാം. ഉള്ളിത്തൊലിയും മുട്ടത്തൊണ്ടും ചായച്ചണ്ടിയും ഒക്കെ മിക്സിയിൽ പൊടിച്ച് അത് ഇടണ കാണാം. മല്ലികയുടെ വീട്ടിൽ നിന്ന് കുറേ മെറിഗോൾഡിൻ്റെ വിത്തൊക്കെ കൊണ്ടുവന്നു പാവി മുളപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരുടെ കൂടെയും ഡോക്ടറുടെ കൂടെയും നിന്ന് തോട്ടം പണിയൊക്കെ പഠിച്ചിരുന്നു. നല്ല ബുദ്ധിയുണ്ട്. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നൊക്കെ വായിച്ചുള്ള അറിവാണ്. മിടുക്കത്തിയാണ്. സ്റ്റെല്ലയുടെ ഊണ് ലിസിക്കും ജെസ്സിക്കും വളരെ ഇഷ്ടമായി. നിനക്ക് വയസ്സുകാലത്ത് ഭാഗ്യമുണ്ട് ശാന്തേ. നല്ല ഭക്ഷണം കഴിക്കാം, സമാധാനമുണ്ട്. തമ്പുരാൻ വരുത്തുന്നതൊക്കെ നല്ലേനാന്ന് പറയും. വീണത് നിനക്ക് നന്നായി. ഇങ്ങനൊരാളെ കിട്ടിയല്ലോ. അവൾക്ക് എന്ത് ശമ്പളം കൊടുത്താലും നിനക്ക് നഷ്ടമില്ല ജെസ്സി. ഫോൺ റിങ് ചെയ്തു. ഗീത. ശാന്തേച്ചിക്ക് എങ്ങനെയുണ്ട്? ഗീത. നടന്നു തുടങ്ങി, പ്രശ്നങ്ങളില്ല. വരാതെ ഫോൺ ചെയ്ത് അന്വേഷിക്കണേൽ എന്ത് കാര്യമെന്ന് വെച്ചിട്ടാണ് വിളിക്കാഞ്ഞത്. ഏട്ടനാണെങ്കിൽ മുട്ടിന് പ്രശ്നം, 2 കാലിലും നീരും വേദനയുണ്ട്. ഇനി ഓപ്പറേഷനൊന്നും വയ്യാന്ന് പറയണോ. ഒരു സ്ത്രീ വന്ന് വീട് വൃത്തിയാക്കി ഭക്ഷണം 3 നേരത്തേക്കും കൂടി ഉണ്ടാക്കി വെച്ച് പോവും. രാത്രി ചൂടാക്കി കഴിക്കും. ഗീത. കാർ ഓടിക്കാൻ പറ്റുമോ കാലുകൊണ്ട്? ആസ്പത്രിയിൽ പോവാണ്ടേ? ഏയ്, വണ്ടി എടുക്കാറില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട് അടുത്ത്. അവൻ വന്ന് കാർ എടുത്തുകൊണ്ടു. വരാൻ കാലത്ത് വിളിച്ചാൽ വീണ്ടും വരും. ഒരു തുക കൊടുക്കും മാസം. രേഖ വെക്കേഷനായാൽ ജോലി റിസൈൻ ചെയ്ത് വരാമെന്ന് പറയണു. കുട്ടി +2 കഴിയും. ഇന്ത്യയിൽ പഠിക്കട്ടെ എന്ന്. എന്നാലും ഇത്ര ശമ്പളമുള്ള ജോലി രാജിവെക്കുകയെന്ന് കേൾക്കുമ്പോൾ സങ്കടം. പിന്നെ അവനും അവിടെ ഒറ്റയ്ക്കാവില്ലേ? അവളൊരു പൊടിക്ക് കൂട്ടാക്കണില്ല. അച്ഛനും അമ്മയ്ക്കും ആവശ്യമുള്ളപ്പോഴല്ലേ മക്കൾ ഉപകരിക്കേണ്ടതെന്ന്. രേണുവിന് അമേരിക്കയിൽ വരല് എളുപ്പമല്ലല്ലോ ഗീത. അത് നിൻ്റെ ഭാഗ്യം. ഞാൻ ഇന്നോ നാളെയോ തീരും, ഉറപ്പല്ലേ? അച്ഛനെ അവൾക്ക് കൂടെ കൂട്ടാലോ. ഞങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാവിയും ജീവിതമൊക്കെ കളയണത് കഷ്ടമല്ലേ ഗീത? അതിനുള്ള സമ്പാദ്യമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ സമ്പാദ്യം അവർക്കുള്ളതല്ലേ? കഴിഞ്ഞ ആഴ്ച മല്ലിക വിളിച്ചിരുന്നു. അവളുടെ മോനും കുടുംബവും വന്നുകൂടിയുണ്ട്. കടം പെരുത്തിട്ട് വന്നതാ. ചേച്ചി സഹായിക്കണം, ഇല്ലെങ്കിൽ കൂടത്തോടെ ആത്മഹത്യയെന്ന് പേപ്പറിൽ കാണുന്നു. ശാന്തേച്ചി പിണങ്ങിപ്പോയി. ഞാനെന്ത് ദോഷം ചെയ്തിട്ടാ? വീണുന്ന് കേട്ടപ്പോൾ ഓടിച്ചെന്നില്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നോക്കിയില്ലേ എന്നൊക്കെ പയ്യാരം പറഞ്ഞു. എനിക്ക് ചേച്ചി ജോലി വാങ്ങിത്തന്നു. അവളെ ഒരു കുടിയൻ ഗൾഫുകാരനെ കെട്ടിച്ചു വിട്ടു. അവളും MA പഠിച്ചതല്ലേന്ന് ഗീത. ശരി തന്നെയാ. എനിക്കത്രേ പറ്റിയുള്ളൂ. കുടിയൻ ഭർത്താവിൻ്റെ താളത്തിന് നിൽക്കാണ്ട് ട്യൂട്ടോറിയലിൽ ജോലിക്ക് പോകാറുന്നില്ലേ? അവളെ കെട്ടിച്ചു കൊടുത്തത് എൻ്റെ തെറ്റാ. എനിക്കെന്ത് ചുമതല? അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അമ്മയും ആങ്ങളെ ഉണ്ടായിരുന്നില്ലേ? ഇനി ഒറ്റ പൈസ ഞാൻ കൊടുക്കില്ല. എൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് കൂടുതലും തന്നത് അവളാ. കുറച്ച് വല്ലതും ആണെങ്കിൽ കൊടുക്കാണെന്ന് വിചാരിച്ചു. 10 ലക്ഷം രൂപ വേണത്രേ ഗീത. അച്ഛനും അമ്മയ്ക്കും ചേർന്ന മക്കൾ. അമ്മയുടെ പോരടിച്ചിട്ട് ഞാൻ റിട്ടയറായി പിറ്റേ ദിവസം അമ്മ ഇങ്ങോട്ട് വന്നു. പെൻഷൻ അവൾക്കാണ് കൊടുത്തിരുന്നത്. കുട്ടികൾ പട്ടിണി കിടക്കണ്ടെന്ന് ഞാനും വിചാരിച്ചു. അവളുടെ പ്രാരാബ്ദം തീർക്കാൻ നമുക്കൊന്നും പറ്റില്ല ഗീതേ. വേറൊരിടത്ത് രാവിലെ എഴുന്നില്ലായിരുന്നു എൻ്റെ വിൽപ്പത്രം എഴുതിക്കാൻ. മല്ലികയ്ക്ക് എൻ്റെയും ഓഹരി കൊടുത്തു. അമ്മയുടെ പെൻഷൻ കാശ് കൊടുത്തു. ഗീതയ്ക്കും ഭർത്താവിനും ലക്ഷക്കണക്കിന് പെൻഷൻ. മക്കൾ വാരിക്കൂട്ടണു. എൻ്റെ വീട് അവൾക്ക് എഴുതി വെക്കണം. അവൾ എൻ്റെ കൂടെ വന്ന് എന്നെ നോക്കിക്കൊള്ളാം. എനിക്ക് 75 വയസ്സായില്ലേ? ചാവാറായില്ലേ? നമ്മുടെ ആൾക്കാരെ പറ്റി വെറുതെ എന്തിനാ പറയണ അശ്രീകരങ്ങൾ. ഞാൻ ഫോൺ വെക്കട്ടെ? പറ്റിയാൽ ഒരു ദിവസം വരാം. ചേച്ചിയുടെ കൂടെയുള്ള സ്ത്രീ പോയോ ഗീത? ഇല്ല, ഞാൻ സ്ഥിരം നിർത്താമെന്ന് വിചാരിക്കുക. ഒറ്റയ്ക്ക് ജീവിക്കാനൊരു ഭയം. നല്ല സ്വഭാവമുള്ള സ്ത്രീ. അവൾക്കും ആരുമില്ല. വലിയ തുക വേണ്ടേ മാസം? ഗീത. എൻ്റെ കയ്യിലുള്ളത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആക്കാ ഞാൻ സമ്പാദിച്ചു വെക്കണത്. ഹേമയും മല്ലികയും കൂടി തല്ലൂടാനോ? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമാണ് ജോലി എടുത്ത കാശ് മുഴുവൻ തന്നതെന്ന് ഹേമയോട് ഞാൻ പറഞ്ഞു. അവൾക്കൊരു പേടി ഞാൻ ഗീതയുടെ മക്കൾക്ക് കൊടുക്കുമെന്ന്. എന്തായാലും തൽക്കാലം ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോൾ മോറ് വീർപ്പിച്ച് ഉണ്ണാൻ നിൽക്കാതെ പോയി. കൈ നീട്ടി ശീലിച്ചവർക്ക് അത് മാറില്ല. ഇവിടെ ഏട്ടൻ്റെ കൂട്ടത്തിലുണ്ട് ചിലരിങ്ങനെ. അവരെ സംരക്ഷിക്കുന്നത് നമ്മുടെ ചുമതലയെന്നാ ഗീത. കൊടുത്തു കേട് വരുത്തിയത് നമ്മൾ തന്നെ. ശരി, വയ്ക്കട്ടെ, ഇച്ചിരി കിടക്കണം. പ്രിയമുള്ളവരെ, വായനാരാമത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.
ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ സൈൻ ഇൻ എന്നൊക്കെ കാണിക്കും. അത് സാരമില്ല കേട്ടോ, വെറുതെ സൈൻ ഇൻ കൊടുത്താൽ മതി, അതിന് പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണേ കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? നന്ദി, നമസ്കാരം.